ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ 16ാമത്തെ സൂറത്തായി നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് സൂറത്തുൽ ആദിയാത്താണ്. സൂറത്തുൽ ആദിയാത്ത്. അപ്പോൾ സൂറത്ത് നമ്മൾ ഉസ്താദ് ഓതുന്നതിൻ്റെ വോയിസ് ഞാനിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കി കുട്ടികൾക്ക് പഠിപ്പിക്കാൻ എളുപ്പമാകും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാതി ളബ്ഹാ ഫൽ മൂരിയാതി ഖദ്ഹാ ഫൽ മുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. سورة العاديات. اوكي. والعاديات ضبحا والعاديات ضبحا فالموريات قدحا فالموريات قدحا فالمغيرات صبحا فالموريات قدحا قافنه فالمغيرات صبحا صادنه صبح سو 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 ألا سو 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 أنا فأثرن به نقعا فوسطن به അവിടെ ശരിക്കും ശ്രദ്ധിക്കണം. ഫവ എന്ന് പറയുമ്പോൾ ഫാൻ്റെ ഉടനെ വാവന്നാലേ ഫവ ആവാൻ പാടില്ല. നമ്മൾ പറയില്ലേ, ഇത് ഫെവിക്കോൾ എന്ന് പറഞ്ഞതുപോലെ ഫവ ആവാൻ പാടില്ല. ഫവസഖന ബിഹി എന്ന് വെച്ച് ഫവസഖന ബിഹി എന്ന് സ്വസ ആകാൻ പാടുണ്ടോ? അതും പറ്റില്ല. ഫവസഖന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് ഇന്നൽ ഇൻസാന لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد لشديد قلقلة أفلا يعلم إذا بعثر ما في القبور أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور يعني وحصل ما في الصدور أرتضى إن ربهم بهم يومئذ لخبير. okay. إن ربهم بهم يومئذ لخبير. إن ربهم بهم من شيشن با يومئذ لخبير رائن ترقيق. اوكي. صدق الله العظيم. الله قبول ആക്കട്ടെ. അപ്പോൾ സൂറത്ത് ഉസ്താദ് ഓതുന്നത് കേട്ട് എല്ലാവരും നന്നായി മനസ്സിലാക്കി ഓതി പഠിക്കുക. അപ്പോൾ എല്ലാവരും സൂറത്ത് അതിൻ്റെ വോയിസിൻ്റെ കൂടെ എല്ലാവരും ഓതി കുട്ടികൾ കാണാതെ പഠിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതവർ പഠിച്ചത് അക്ഷരം മനസ്സിലാക്കിയാണോ പഠിച്ചത് എന്ന് നമുക്കൊന്ന് കുട്ടികളെ കൊണ്ട് താഴെ ആ സൂറത്തിൽ നിന്ന് വന്ന ഓരോ വേർഡ്സുകളാണ് ഇവിടെ താഴെ കള്ളികളിൽ കൊടുത്തത്. അത് നമുക്ക് അവരെ കൊണ്ട് ഒന്ന് വായിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നെക്ര വായിക്കുന്നതിലേക്ക് കടക്കാം. എന്താണ്? വൽ ആദിയാതി ളബ്ഹാ. ഹ ഹ അലിഫ് കൊണ്ട് നീട്ടുക. അപ്പോൾ അലിഫിലേക്കാണ് നമ്മൾ വഫ് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കുക.
ഫൽമൂരിയാത്തി ഖദ്ഹാ ഖദ്ഹാ ഫൽമുഈറാത്തി സുബ്ഹാ ഫഅസർന ബിഹി നഖാ ഫവസത്ന മനസ്സിലാക്കുക. നമ്മളവിടെ ഫവസത്തിന് ബിഹി എന്ന് പറഞ്ഞ് ഓതിയതാ. അപ്പോൾ അവിടെ അതാണ് ഫവസത്ന. ലകനൂദ് ലഷഹീദ് ലിഹുബ്ബിൽ ഖൈരി ലഷദീദ് ഇദാ ബുഅ്സിറ വഹുസ്സില മാ ഫിസ്സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ അപ്പോൾ ഒക്കെ മനസ്സിലാക്കി എല്ലാവരും വേർഡ്സുകളൊക്കെ നന്നായി പഠിക്കുക. എന്നിട്ട് സൂറത്തിൽ നോക്കിയിട്ട് സൂറത്ത് നോക്കി ഓതുക, അക്ഷരങ്ങൾ നോക്കി ഓതി പഠിക്കാം. ഇനി നമുക്കിവിടെ എന്താണ് വരുന്നത്? നമുക്ക് അലിഫ്, വാവ്, യാ മദ്ദുകളാണ്. നമ്മൾ ഫതഹിനെ നീട്ടാൻ അലിഫും ലൊമ്മിനെ നീട്ടാൻ വാവും കസറിനെ നീട്ടാൻ യാവും. അപ്പോൾ ഞാൻ ഫതഹ്, ലൊമ്മ്, കസർ. അപ്പോൾ അതിൻ്റെ ഉച്ചാരണത്തിൻ്റെ ശരിയായ രൂപം 2 ദിവസം മുന്നേ വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ ഫസ്റ്റ് ആദ്യം മുമ്പ് പറയുന്നത് ഫതഹ്, ലൊമ്മ്, സുക്കൂന്, കസർ അങ്ങനെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പുതിയ സിലബസ് പ്രകാരം വരുന്നത് ഫതഹ, ലൊമ്മ, കസ്ര അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ സൊഈറ, അപ്പോൾ ചെറിയ അലിഫും വാവും യാവും വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ അത് മദ്ദുകളാണ്, നീട്ടാനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഖുർആനിൽ കാണാം യാ അയ്യുഹ. അപ്പോൾ ഇവിടെ ഇവിടെ ചെറിയൊരു അലിഫ് വന്നിട്ടുണ്ട്, പിന്നെ മദ്ദും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നീട്ടാനാണ്. നീട്ടണം എന്നത് നമുക്ക് മനസ്സിലാക്കാനാണ് മദ്. അപ്പോൾ നമ്മൾ മദ് എന്തിനുള്ളതാണ്? നീട്ടാനുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്, മനസ്സിലാക്കുക. അപ്പോൾ ഈ മുകളിൽ വരുന്ന മദ്ദിൻ്റെ നമുക്ക് അടുത്ത പാഠത്ത് പഠിക്കാണ്ട്. മുകളിൽ ഇങ്ങനെ കട്ടിയിൽ വരുന്ന മദ്ദുണ്ട്, അത് നമുക്ക് വേറെ പാഠത്ത് പഠിക്കാണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അലിഫ്, വാവ്, യാ അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നീട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക മദ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ യാ, പിന്നെ ഹാൻ്റെ കൂടെ ഇവിടെ ഉണ്ട്, അത് ഇവിടെ യാഇൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ അയ്യുഹ ആ ഇട്ടതുപോലെ ഇവിടെ ഹ ഇന്നെ നീട്ടാൻ ഹാ, മനസ്സിലായില്ലേ? അങ്ങനെ ഇടും. അപ്പോൾ ഇവിടെ നമ്മൾ സൊഈറ ചെറുതാണ് പറയുന്നത്, അതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് കേട്ടോ. ചെറിയ അലിഫ്. അപ്പോൾ അത് കൂടുതൽ നീട്ടാതെ കുറച്ച് നീട്ടണം എന്നത് ഉദ്ദേശിക്കാനാണ് ചെറുതിട്ടത്, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ആബിദൂന, ഇവിടെ കണ്ടില്ല അലിഫ്, ചെറിയ അലിഫ് വന്നത്. ആബിദൂ നീട്ടാൻ ഇവിടെ വലിയ വാവാണ് കേട്ടോ. നമുക്ക് ചെറിയ സൊഈറ ചെറിയ വാവാണ്. അപ്പോൾ ഇവിടെ ലഹു മാഫിസ്സമാവാത്തി. അപ്പോൾ ഇവിടെ ലഹു എന്ന് പറഞ്ഞാൽ കൂടുതൽ നീട്ടണ്ട, കുറച്ച് നീട്ടുക. ലഹു മാഫിസ്സമാവാത്തി. അപ്പോൾ അവിടെ മീമിൻ്റെ മുകളിലും ചെറിയൊരു അലിഫുണ്ട്. ലഹു മാഫിസ്സമാവാത്തി. അപ്പോൾ ഇവിടെ വാവിനെ നീട്ടാൻ, ഫതഹിനെ നീട്ടാൻ ചെറിയൊരു അലിഫുണ്ട്, വാ, മനസ്സിലായില്ലേ? അതുപോലെ ഇന്നഹു കാന, ഹു ലൊമ്മിനെ നീട്ടാൻ ചെറിയ വാവ്. മാലുഹു വമാ കസബ്, മാലുഹു ഇവിടെയും ലൊമ്മിനെ നീട്ടാൻ ഒരു ചെറിയ വാവ്, കുറച്ച് നീട്ടിയാൽ മതി. ഇവിടെ മാലുഹു. അപ്പം നമ്മൾ കുറച്ച് തോനെ നീട്ടണം ഈ അലിഫ്, മനസ്സിലായില്ല? അതിനോട് ചേർത്ത് എഴുതുന്നത് നമുക്ക് ചെറുതാണ് ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തുന്നോടത്തൊക്കെ ഇങ്ങനെ ചെറിയൊരു വര വരയ്ക്കട്ടോ, നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് ഫ ഉമ്മുഹു, മനസ്സിലായില്ലേ? പിന്നെ ഈലാഫിഹിം, ഇവിടെ യാ വന്നു, ഈനെ നീട്ടാൻ യാ. പിന്നെ ലാമിനെ നീട്ടാൻ, ഫതഹിനെ നീട്ടാൻ എന്താ ചെറിയ അലിഫ്, ഈലാഫിഹിം. അടുത്തത് ഇബ്രാഹീമ,
അപ്പോൾ ഇവിടെ ഇബ്രാഹിമ എന്നതിൽ ഏതൊക്കെ മദ്ദുകളാണ് വന്നത്? അപ്പോൾ അതൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് ചോദിച്ചിട്ട് അവർ തന്നെ കണ്ടെത്തട്ടെ. അപ്പോൾ അവർ പറയണം. ഇവിടെ റാ, ഇബ്രാ എന്നുള്ള റാഇൻ്റെ ഫതഹിനെ നീട്ടാൻ ചെറിയൊരു അലിഫുണ്ട്. ഹീ എന്നത് ഹാഇനെ നീട്ടാൻ ഇവിടെ ചെറിയൊരു യാ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇബ്രാഹീമ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇവിടെ മദ്ദുകളെ കുറിച്ചിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഇനി ഇവിടെ വരുന്നത് എന്താണ്? ഇവിടെ താഴെ നിങ്ങൾക്കൊരു സൂറത്ത് തന്നിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞ അലിഫ്, വാവ്, യാ എന്നീ ചെറിയ മദ്ദുകൾ അടയാളപ്പെടുത്തണം. സൈറ ചെറിയ മദ്ദുകളാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പം എല്ലാവരും ഇങ്ങനെ തിരഞ്ഞു പോയിട്ട് അടയാളപ്പെടുത്തുക. ഓക്കെ, എവിടേക്കാണ് കണ്ടെത്തുന്നത്? ഫസ്റ്റ് ഇത് അവിടെ ഉണ്ട് 1. പിന്നെ ഇൻസാൻ ഇവിടെ ഉണ്ട് 1. പിന്നെ ഇലാ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ മുകളിലൊന്നും ഇവിടെ കാണുന്നില്ല. ഇനി നിങ്ങൾ കണ്ടതുണ്ടെങ്കിൽ അടയാളപ്പെടുത്തണം കേട്ടോ. പിന്നെ ഇവിടെ ഹ, അതിന് മുമ്പൊരു അലിഫ്, ഇവിടെ വാവാണ്, ഇവിടെ അലിഫ്, ഇവിടെ യാ മനസ്സിലാക്കുക. പിന്നെ എവിടെയാണ്? ഇവിടെ അലിഫ്, യാ മനസ്സിലാക്കുക. പിന്നെ എവിടെയാണ്? അലിഫ്, വാവ്, യാ. ഇനിയാ ഇവിടെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു അലിഫ് 1. പിന്നെ അടുത്തതിൽ ഇവിടെ വാവ് 1. പിന്നെ ഇവിടെ യാ 1. പിന്നെ അതിലില്ല. പിന്നെ എവിടെയാണ്? അടുത്തതിൽ ഇവിടെ വാവ് 1 മനസ്സിലാക്കുക. പിന്നെ ഇവിടെ അലിഫുണ്ട്. പിന്നെ ഇവിടെ വാവുണ്ട്, ഇവിടെ യാ ഉണ്ട്. പിന്നെ എവിടെയാണ്? അടുത്തതിൽ ഇവിടെ എവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ എവിടെ ഇല്ല കേട്ടോ. നെക്സ്റ്റ് പേജിൽ എവിടെ ഉള്ളത്? ഇവിടെ എവിടെ ഇല്ല. പിന്നെ ഇവിടെ എവിടെ ഇല്ല. ഇവിടെ ഉണ്ട് അലിഫ്, ഇവിടെയും അലിഫ്, ഇവിടെ 2 എണ്ണം വന്നു. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ കാണാത്തത് നിങ്ങൾ ഇവിടെ എവിടെയും കണ്ടുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. എനിക്ക് സമയമില്ല, ഇങ്ങനെ ഒരുപാട് നേരം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ എവിടെയും കണ്ടുക്കുകയാണെങ്കിൽ അടയാളപ്പെടുത്തണം. എന്നിട്ട് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണി നോക്കണം. 1 2 3 4 അങ്ങനെ എണ്ണിയിട്ട് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് കൊണ്ടുപോയിട്ട് എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിന്നെ ഈ സൂറത്ത് ഇതൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇതിൽ ഇത്രയും മദ്ദുകൾ, ചെറിയ മദ്ദുകൾ, അലിഫ്, വാവ്, യാ, ഇത്രയും മദ്ദുകൾ നമ്മൾ കണ്ടെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കുക. പിന്നെന്താണ് ഇവിടെ വർക്ക് വരുന്നത്? റസ്മുൽ ഖുർആൻ, ഖുർആനിലെ എഴുത്ത് രീതിയാണ്. അപ്പോൾ ഖുർആനിലെ എഴുത്ത് രീതി ഇത് നന്നായി മനസ്സിലാക്കി പഠിക്കണം. എക്സാമിന് വല്ല ആദിയാത്തിന്ന് 3 രീതി തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിലെ ഖുർആനിലെ എഴുത്ത് രീതി ഏതാണ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ എഴുത്ത് രീതി കിയാസ്, ഇപ്പോൾ പുതിയ ലിപി പ്രകാരം റസ്മുൽ ഉസ്മാനിയാണ് എഴുത്ത് രീതി. അപ്പോൾ റസ്മുൽ ഖുർആൻ, ഖുർആനിലെ എഴുത്ത് രീതിയാണ്. അപ്പോൾ ഇത് വല്ല ആദിയാത്ത്, വല്ല എന്നുള്ള നീട്ടാൻ ഇതിലൂടെ ഒക്കെ വരുന്ന രീതിയിൽ പഴയ ലിപിയിലും ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കും 3 രീതിയിൽ എഴുതി തന്നിട്ട് ഇതിൽ ഏതാണ് ഖുർആനിലെ എഴുത്ത് രീതി. അതുപോലെ ഫൽ മൂരിയാത്തി, ഫൽ മൊയ്റാത്തി, അൽ ഇൻസാന, അല ദാലിക്ക. ദാലിനുണ്ടില്ല ചെറിയ അലിഫൊക്കെ ഇട്ടിട്ട്, അല്ലാതെ ഇവിടെ വലിയ അലിഫൊക്കെ ഇട്ടുകാണ്ട് തരും വേറെ രീതിയിൽ. അപ്പം നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആകും. ഒക്കെ വായിക്കാനും അങ്ങനെ തന്നെയാണ്, എഴുത്ത് രീതി അങ്ങനെ മാത്രം മാറ്റമുള്ളൂ, ഉച്ചാരണം ഒരുപോലെ തന്നെയാണ് അലാ ദാലിക്കാന്ന്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കാം. യൗമ ഇതിൻ, ഇതൊക്കെ ഒരുപാട് എക്സാമിന് ചോദിച്ചതാണ്. യൗമ ഇതി എന്നുള്ളത് ഒരുപാട് എക്സാമിന് ചോദിച്ചത്. ഇവിടെ താഴെ അംസയും കസറും വന്നിട്ട് യൗമ ഇതിൻ എന്നത്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ് ഈ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.